ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മടവാക്കര കാച്ചക്കടവിൽ ഒഴുകിപ്പോയ കാർ കരയിലെത്തിച്ചു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാർ കരയ്ക്കെത്തിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലെ കുന്നംകുളത്തെ പ്രജനന കേന്ദ്രത്തിലെ പന്നികൾക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ച സംഭവം. 87 പന്നികളെ ദയാവധത്തിന് വിധേയമാക്കി. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ച ഗുരുവായൂരിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് 377 കല്യാണങ്ങൾ. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ദേവസ്വം അധികൃതർ. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി ഭരണസമിതി പോര് സെക്രട്ടറിയെ സ്ഥലം മാറ്റി വകുപ്പുതല അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന പ്രമേയം കൌൺസിൽ അംഗീകരിച്ചു. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് ഭരണസമിതി തനിക്ക് നേരെ തിരിയാൻ കാരണമെന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ. എറിയാട് രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവം. പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. വാർത്തകൾ വിശദമായി. മണലി പുഴയിലെ മടവാക്കര കാച്ചക്കടവിൽ ഒഴുകിപ്പോയ കാർ കരയിലെത്തിച്ചു. പുതുക്കാട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ക്രെയിൻ എത്തിച്ച് നാട്ടുകാരുടെ സഹായത്തോടെയാണ് കാർ ഉയർത്തിയത്. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാർ കരയുടെ അടുത്തേക്ക് എത്തിച്ചത്. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് കാർ ഉയർത്തുകയായിരുന്നു. അപകടം നടന്ന കടവിന് 200 മീറ്റർ അകലെ കണ്ടെത്തിയ കാർ റോപ്പ് കെട്ടി വലിക്കുന്നതിനിടെ റോപ്പ് പൊട്ടുകയായിരുന്നു. പാറയിൽ കുടുങ്ങിയ കാറിൽ വീണ്ടും റോപ്പ് കെട്ടി ക്രെയിൻ ഉപയോഗിച്ച് വലിക്കാൻ കഴിയാതെ വന്നതോടെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുഴയിലിറങ്ങി കാർ തള്ളി മാറ്റിയാണ് കയറും റോപ്പും കെട്ടി വലിച്ചു നീക്കിയത്. പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ കഴിഞ്ഞ ദിവസമാണ് കാർ കണ്ടെത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് ചാവക്കാട് മന്നലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാർ മണലിപ്പുഴയിലേക്ക് പതിച്ചത്. പുഴയിലേക്ക് വീണ കാറിൽ നിന്ന് അത്ഭുതകരമായാണ് സിനാൻ രക്ഷപ്പെട്ടത്. ആലുവയിലെ സ്വകാര്യ കോളേജിൽ LLBക്ക് പഠിക്കുന്ന സിനാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. പന്നിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലെ കുന്നംകുളത്തെ പ്രജനന കേന്ദ്രത്തിലെ 87 പന്നികളെ ദയാവധത്തിന് വിധേയമാക്കി. കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മസേന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. പ്രദേശത്തു നിന്നും പന്നിമാംസം വിതരണം ചെയ്യുന്നതും മാംസം വിതരണം ചെയ്യുന്ന കടകൾ പ്രവർത്തിക്കുന്നതും നിരോധിച്ചു. പന്നികളെ മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നതിനും നിയന്ത്രണമുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. പന്നികളിൽ മാത്രം കണ്ടുവരുന്ന ഈ രോഗം മറ്റു മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരാൻ സാധ്യതയില്ലെന്ന് ചീഫ് വെറ്റിനറി ഓഫീസർ ഐസക് സാം അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ മാസം 23-നും 30-നും വിവാഹ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ദേവസ്വം അധികൃതർ അറിയിച്ചു. 23-ന് 377-ഉം 30-ന് 295 വിവാഹങ്ങൾ ഇതിനകം ഷീട്ടാക്കിയിട്ടുണ്ട്. താലികെട്ടിന് തൊട്ടുമുമ്പ് വരെ വിവാഹം ഷീട്ടാക്കാമെന്നതിനാൽ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം തീരുമാനിച്ചത്. സാധാരണ ദിവസങ്ങളിൽ 5 മണിക്ക് ആരംഭിക്കുന്ന വിവാഹങ്ങൾ ഈ ദിവസങ്ങളിൽ 4-ന് ആരംഭിക്കും. താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കും. കിഴക്കേ നട പൂർണ്ണമായും വൺ വേ ആക്കും. ക്ഷേത്രത്തിനകത്തും പുറത്തും ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കും. വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം തെക്കേ നടയിലെ പുതിയ നടപ്പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി വിശ്രമിക്കണം. താലികെട്ട് ചടങ്ങിന്റെ ഊഴമെത്തുമ്പോൾ ഇവരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും. താലികെട്ട് കഴിഞ്ഞ് തെക്കേ നട വഴി ഇറങ്ങണം. വധുവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേരെ മാത്രമേ വിവാഹ മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ദർശനത്തിന് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി
ക്ഷേത്രത്തിനകത്തെ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. ഈ 2 ദിവസങ്ങളിലും റെക്കോർഡ് വിവാഹങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. 2024 സെപ്റ്റംബർ 8 നടന്ന 334 വിവാഹങ്ങളാണ് നിലവിലെ റെക്കോർഡ്. TCV ഗുരുവായൂർ. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ സ്ഥലം മാറ്റി വകുപ്പുതല അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന പ്രമേയം കൌൺസിൽ അംഗീകരിച്ചു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്ന് വോട്ടിനിട്ടാണ് പ്രമേയം പാസാക്കിയത്. ഭരണപക്ഷ കൌൺസിലർ KS അനൂപാണ് പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിലെ ജോയ് ചെറിയാൻ പ്രമേയ അവതരണത്തെ ചോദ്യം ചെയ്തു. BJPയും പ്രമേയത്തെ അനുകൂലിച്ചില്ല. തുടർന്ന് വോട്ടെടുപ്പിൽ പ്രമേയം പാസായതായും ഇത് സർക്കാരിനെ അറിയിക്കുമെന്നും പറഞ്ഞ് ചെയർപേഴ്സൺ കൌൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു. UDF അംഗങ്ങൾ ചെയർപേഴ്സണെതിരെ മുദ്രാവാക്യം വിളികളോടെയാണ് ഇറങ്ങിപ്പോയത്. കനത്ത പോലീസ് കാവലിലാണ് കൌൺസിൽ യോഗം നടന്നത്. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം സെക്രട്ടറി വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതിനാൽ ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ. നഗരസഭ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സെക്രട്ടറി എതിര് നിൽക്കുകയാണ്. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തുള്ള നഗരസഭ 86ാം സ്ഥാനത്തേക്ക് എത്താൻ കാരണം സെക്രട്ടറിയുടെ നടപടികളാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തെ എത്തി പ്ലാൻ ഫണ്ട് ചെലവഴിച്ചതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നഗരസഭയുടെ സ്ഥാനം 40-ലെത്തിയത്. ഇനിയും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ളതായും ചെയർപേഴ്സൺ അറിയിച്ചു. പുതിയ സർക്കാർ വന്ന ശേഷം സെക്രട്ടറി UDFനൊപ്പം ചേർന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണെന്നും ആരോപിച്ചു. ചട്ടപ്രകാരമാണ് കൌൺസിൽ വിളിച്ചതെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിലെ വളം അവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് ഭരണസമിതി തനിക്ക് നേരെ തിരിയാൻ കാരണമെന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ അറിയിച്ചു. ചൂൽപ്പുറം ബയോ പാർക്കിലെ വളം വടക്കാഞ്ചേരിയിലെ ക്വാറിയിൽ എത്തിക്കണമെന്ന ആവശ്യവുമായി കൌൺസിലർമാരായ AS മനോജ്, എറിൻ എന്നിവർ തന്റെ ക്യാബിനിലെത്തി ഹരിതസേനയുടെ 5 ലക്ഷം രൂപ വളം മാറ്റുന്നതിന് നൽകാമെന്നും ഇത് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ബയോ പാർക്കിലെ വളം വിൽപ്പന നടത്തി തീർക്കുന്നതാണ് രീതി. പണം ചെലവഴിച്ച് മാറ്റാൻ കഴിയില്ലെന്നും അറിയിച്ചു. ഇതുമൂലമാണ് ഭിന്നത തുടങ്ങിയത്. ഈ വർഷം പ്ലാൻ ഫണ്ട് ചിലവഴിക്കേണ്ട പ്ലാൻ ഫണ്ട് 100% ചിലവഴിച്ചതായും സെക്രട്ടറി അറിയിച്ചു. മിനിറ്റ്സ് വൈകിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്ന് തെളിവുകൾ നിരത്തി സെക്രട്ടറി പറഞ്ഞു. ലോകകപ്പ് പ്രദർശനം ഐക്യകണ്ഠേന പാസായി എന്ന് ഭരണപക്ഷം പറയുന്നത് ശരിയല്ല. പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് നൽകിയതായും സെക്രട്ടറി പറഞ്ഞു. എറിയാട് യൂത്ത് കോൺഗ്രസും KSUവും നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ സംഘർഷം. സമരക്കാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസുമായി ഉന്തും തള്ളും നടന്നു. രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇസ്ഹാഖ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ്, പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ PK മുഹമ്മദ്, മുൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PA മനാഫ്, പഞ്ചായത്ത് അംഗങ്ങളായ EK സജീവൻ, സുഹറാബി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് എറിയാട് പ്രദേശത്തെ സ്വകാര്യ ഭൂമികളിൽ രാസമാലിന്യം കലർന്ന മണ്ണ് അടിയന്തരമായി ശാസ്ത്രീയ രീതിയിൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി കണ്ണു മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം എറിയാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR റനീഡ് ഉദ്ഘാടനം ചെയ്തു. CV അതുൽ, MY തൽഹത്ത് എന്നിവർ നേതൃത്വം നൽകി. എറിയാട് പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ 19 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. എടയാർ ബിനാനി സിംഗ് കമ്പനി മാനേജറും ഭൂവുടമകളും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. എറിയാട് പഞ്ചായത്ത് സെക്രട്ടറി സെറീന അലിയുടെ പരാതിയിന്മേലാണ് നടപടി. സ്വകാര്യ ഭൂമിയിൽ നിക്ഷേപിച്ച രാസമാലിന്യം നീക്കം ചെയ്യേണ്ടത് ആരെന്നതിനെ ചൊല്ലി രാഷ്ട്രീയ പോര് നടക്കുന്നതിനിടയിലാണ് പോലീസിന്റെ നടപടി. കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന രാസമാലിന്യം നിർവീര്യമാക്കുന്ന പ്രവൃത്തി ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കണം എന്നാണ് എറിയാട് പഞ്ചായത്തിന്റെ ആവശ്യം. എന്നാൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് മാലിന്യം നീക്കം ചെയ്യുകയും
ഭൂവുടമകളിൽ നിന്ന് പണം ഈടാക്കുകയും വേണം എന്നാണ് പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ആവശ്യം. രാസമാലിന്യത്തെ ചൊല്ലി വിവിധ സമരങ്ങളും എറിയാട് പഞ്ചായത്തിൽ നടന്നുവരികയാണ്. ഇടവേള. ഈ ഓണത്തിന് പായസം ഇനി വേറെ ലെവൽ. ഇതാ ഇലവൻസ് നേച്ചർ ലൈഫിന്റെ മില്ലറ്റ് വെർമിസെല്ലി പായസം മിക്സ്. രുചിയും ആരോഗ്യവും ഒരുമിച്ച് 5 തരം മില്ലറ്റുകളും കശുവണ്ടിയും മുന്തിരിയും ഒപ്പം ഏലക്കായുടെ സുഗന്ധവും ചേർന്ന പ്രീമിയം പായസം മിക്സ്. തിളച്ച പാലിൽ ചേർത്ത് കുറച്ച് മിനിറ്റുകൾ ഇളക്കിയാൽ മാത്രം മതി. ക്രീമിയായ സ്വാദിഷ്ടമായ പായസം റെഡി. ഓണസദ്യക്ക് ഏവരും ഇഷ്ടപ്പെടുന്ന ആരോഗ്യമുള്ള മധുരം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ. പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ. ഭാവി സുദൃഢമാക്കൂ. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകൾ തുടരുന്നു. എറിയാട് യൂത്ത് കോൺഗ്രസും KSUവും നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം, KSU സംസ്ഥാന സെക്രട്ടറി ആസിഫ് മുഹമ്മദ്, ഇസ്ഹാഖ് ഹുസൈൻ, സിനാൻ എന്നിവർക്കെതിരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തത്. രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. 3 വയസ്സുകാരി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ച സംഭവിച്ചതായും ആരോപണ വിധേയനായ ഡോക്ടർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ. ആരോപണ വിധേയയായ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ അന്നത്തെ ഡോക്ടർ BS ശ്രീരേഖയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടു. ആലമറ്റം സ്വദേശി കാച്ചപ്പള്ളി ബിനോയുടെയും ലയയുടെയും മകൾ ആവറിൻ 2021 മാർച്ച് 24-നാണ് പാമ്പുകടിയേറ്റ് മരിച്ചത്. മുഖ്യമന്ത്രി VD സതീശന് 1 മാസം മുമ്പ് ബിനോയ് നൽകിയ പരാതിയെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. പാമ്പുകടിയേറ്റ് 45 മിനിറ്റോളം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന കുട്ടിക്ക് വേണ്ട പരിശോധനകളോ നിരീക്ഷണങ്ങളോ നൽകിയിട്ടില്ലെന്നും റഫർ ചെയ്യുന്ന കാര്യത്തിലും ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആന്റിവനും കൊടുത്തില്ലെന്നും സമയം നഷ്ടപ്പെടുത്തിയെന്നും ജില്ലാ മെഡിക്കൽ സംഘം അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പാമ്പുകടിയേറ്റ് ഡോക്ടർ ചികിത്സിക്കാത്തത് മൂലം മരണമടഞ്ഞ 3 വയസ്സായ ആവറിൻ ബിനോയ് എന്ന കുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ് ഞങ്ങൾ. വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മോളെ വൈഫ് ഹൗസിൽ വെച്ചിട്ടാണ് പാമ്പുകടിയേക്കുന്നത്. പ്രൈവറ്റ് ആശുപത്രിയിലോട്ട് 30-35 കിലോമീറ്ററോളം ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഹോസ്പിറ്റലിലോട്ട് എത്താനായിട്ട്. 5 കിലോമീറ്റർ താഴെയുള്ളൂ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലോട്ട്. ആ ഹോസ്പിറ്റലിൽ ആൻറ്റിവെനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലോട്ട് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി OP ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് ഡോക്ടർ കുഞ്ഞിനെ നോക്കാൻ തന്നെ തയ്യാറായത്. അതിനുശേഷം കുഞ്ഞിൻ്റെ ബ്ലഡ് ടെസ്റ്റ് പരിശോധന നടത്തിക്കൊണ്ടിരുന്നു. ഒത്തിരി സമയങ്ങൾ അങ്ങനെ കടന്നുപോയി. ഏറ്റവും അവസാനം കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ഓക്സിജൻ ലെവൽ നോക്കുന്നത്. ഓക്സിജൻ ലെവൽ താഴ്ന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ശ്വാസമുട്ടിൻ്റെ മരുന്നാണ് കുഞ്ഞിനെ കുത്തിവെച്ചത്. അതോടുകൂടി കുഞ്ഞ് അലറി കരയുകയും
കുഞ്ഞ് അബോധാവസ്ഥയിലാവുകയാണ് ചെയ്യുകയുണ്ടായത്. അതിനുശേഷം അവർ ആംബുലൻസ് വിളിച്ചു. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ ബ്രോഡ്ബാൻഡ് കസ്റ്റമർ സമ്മാന പദ്ധതി പ്രകാരം നടന്ന നറുക്കെടുപ്പിലെ വിജയിക്കുള്ള സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ തൃശൂരിൽ വിതരണം ചെയ്തു. തൃശൂർ കേരള വിഷന്റെ ആസ്ഥാന മന്ദിരമായ പൂത്തോൾ TCV ടവറിൽ നടന്ന ചടങ്ങിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് സമ്മാന പദ്ധതിയിലെ വിജയിയായ വടക്കാഞ്ചേരി സ്വദേശിനി കാക്കത്തുരുത്തിൽ വീട്ടിൽ ജിസയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ താക്കോൽ കൈമാറി. ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് വാഹനത്തിന്റെ രേഖകൾ കൈമാറി. KCCL ചെയർമാൻ PP സുരേഷ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അബൂബക്കർ സിദ്ദിഖ്, COA ജില്ലാ സെക്രട്ടറി CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി കൈരളി ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്ററായ സുജയ ഗോപകുമാറിന്റെ കീഴിലുള്ള ഉപഭോക്താവാണ് ജിസ. ആദ്യമായാണ് ഇത്തരമൊരു സമ്മാനം ലഭിക്കുന്നതെന്നും കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ നല്ല സേവനമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ജിസ പറഞ്ഞു. 10 വർഷത്തിൽ കൂടുതലായിട്ട് ഞങ്ങൾ കേരള വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണ്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വണ്ടി കിട്ടിയതിന്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരിയധികം ഹാപ്പിയാണ്. കേരള വിഷൻ എല്ലാ ടീം മെമ്പേഴ്സിനും താങ്ക്സ് പറയുന്നു. 15 ലക്ഷത്തിലധികം കണക്ഷനുകളുമായി കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് പ്രൊവൈഡർ കൂടിയായ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിന്നിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് 100 ഇലക്ട്രിക് സ്കൂട്ടറുകളും 200 സ്മാർട്ട് TVകളും കൂടാതെ ബമ്പർ സമ്മാനമായി ഇലക്ട്രിക് കാറുമാണ് നൽകുന്നത്. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാത 66-ൽ ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ വില്യംസ് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ തെക്കേ ബൈപ്പാസിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് PK ഫസലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജനകീയ പൌരാവകാശ വേദി ജില്ലാ പ്രസിഡന്റ് നൌഷാദ് തെക്കുംപുറം, സെക്രട്ടറി PP അബൂബക്കർ, ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി തോമസ്, ഫിറോസ് തൈപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരം വരവായി 38,89,765 രൂപയും 1 കിലോ 450 ഗ്രാം 300 മില്ലിഗ്രാം സ്വർണവും 41 കിലോഗ്രാം 65 ഗ്രാം വെള്ളിയും ലഭിച്ചു. പിൻവലിച്ച 2000 രൂപയുടെ 15ഉം നിരോധിച്ച 1000 രൂപയുടെ 4ഉം 500ന്റെ 46 കറൻസിയും ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ക്ഷേത്രനടയിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ഭണ്ഡാരങ്ങൾ വഴി 6,59,777 രൂപയും ലഭിച്ചു. പ്രശസ്ത സാഹിത്യകാരനായ സച്ചിദാനന്ദൻ മാഷിന് ബാലസാഹിത്യ അക്കാദമി നൽകിയ പുരസ്കാര തുക തൃശൂർ വെങ്ങിനിശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റിക്ക് കൈമാറി. അഡാപ്റ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, ജോയിന്റ് സെക്രട്ടറി വർഗീസ് അക്കര, അധ്യാപകരായ ബിന്ദു കിഷോർ, ഹരിത അനൂപ് എന്നിവർ ചേർന്ന് പുരസ്കാര തുക സ്വീകരിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന അദാലത്ത് ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ ചീഫ് കൺസർവേറ്റർ R. അടലേശൻ അധ്യക്ഷനായി. DFOമാരായ M. വെങ്കടേശ്വരൻ, IS. സുരേഷ് ബാബു, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടത്ത് പേവിഷബാധ ലക്ഷണം കാണിച്ച തെരുവ് നായയെ നിരീക്ഷണത്തിലാക്കി. കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്ത് ഭീതി പരത്തിയിരുന്ന നായ നാട്ടുകാർക്കും വളർത്തുമൃഗങ്ങൾക്കും നേരെ ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം കുറുനരിയുടെ ആക്രമണത്തിൽ പ്രദേശത്തെ ഏതാനും നായകൾക്ക് കടിയേറ്റിരുന്നു. ഇവയിൽ 3 നായകൾ പിന്നീട് ചത്തതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. നായയുടെ ആക്രമണ സ്വഭാവം കണക്കിലെടുത്ത് നാട്ടുകാർ വാർഡ് കൌൺസിലറെ വിവരം അറിയിക്കുകയായിരുന്നു. വാർഡ് കൌൺസിലർ മിഗ്നേഷ് മോഹന്റെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി നായയെ പിടികൂടി നിരീക്ഷണത്തിലാക്കി. ഒരു സംഘം കർഷകർ മത്സ്യകൃഷി നടത്തുന്ന എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലം ചിറയ്ക്ക് പോലീസ് സംരക്ഷണം നൽകുവാൻ ജില്ലാ കലക്ടറുടെ നിർദ്ദേശം. മത്സ്യകൃഷിക്കുള്ള പാട്ടക്കരാർ റദ്ദാക്കിയ എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കോടതി സ്റ്റേ ചെയ്തു. പതിയാരം കാവലാഞ്ചിറയിലെ മത്സ്യകൃഷി റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി വടക്കാഞ്ചേരി മുൻസിഫ് കോടതിയിൽ മത്സ്യകർഷകർ നൽകിയ പരാതിയിൽ പഞ്ചായത്ത് നടപടി നിർത്തിവെക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. 2024 പഞ്ചായത്തിലെ കഴിഞ്ഞ LDF ഭരണസമിതിയാണ് ജില്ലയിലെ തന്നെ ആദ്യത്തെ പൊതുജലാശയ ജനകീയ മത്സ്യകൃഷിക്ക് തുടക്കം കുറിച്ചത്.
പീച്ചി മത്സ്യഭവന്റെ സബ്സിഡി തുകയും കർഷകർ തങ്ങളുടെ സ്വന്തം വിഹിതവും എടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിക്കെതിരെ ഒരു കൂട്ടം പ്രദേശവാസികളും തൊട്ടടുത്തുള്ള സമീപ പഞ്ചായത്തിലെ ആളുകളും പരാതി നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി തുടങ്ങാൻ തീരുമാനിക്കുകയും ഉദ്ഘാടനം നടത്തുകയുമായിരുന്നു. എന്നാൽ പുതുതായി ചുമതലയേറ്റ പഞ്ചായത്ത് ഭരണസമിതി ഫിഷറീസ് വകുപ്പിനോടോ കാവലാംചിറ ഗ്രൂപ്പ് മത്സ്യകർഷകരോടോ അന്വേഷിക്കാതെ പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമെടുത്തു. ഇതിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ചിറയിൽ നിന്ന് പാകമായ മത്സ്യങ്ങളെ ആളുകൾ പിടിച്ചുകൊണ്ടുപോകാൻ ആരംഭിച്ചതോടെ മത്സ്യകർഷകർ പോലീസിൽ പരാതി നൽകി. നടപടികളൊന്നും ഉണ്ടാകാഞ്ഞതിനെ തുടർന്ന് മത്സ്യകർഷകർ കോടതിയെയും ജില്ലാ കളക്ടറെയും സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് മത്സ്യകർഷകർക്ക് കോടതി അനുകൂലമായ വിധി വന്നത്. മത്സ്യകൃഷിക്ക് സംരക്ഷണം നൽകാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. TCV എരുമപ്പെട്ടി. മാള പള്ളിപ്പുറത്ത് വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയയാളെ തിരിച്ചറിഞ്ഞില്ല. 65 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കടവിൽ വീട്ടിൽ സഗീറിന്റെ വീട്ടിലെ കിണറ്റിൽ കണ്ടെത്തിയത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ബന്ധുക്കൾ 3 ദിവസത്തിനകം എത്തിയില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പുതുക്കാട് ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്കുള്ളിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി സ്വദേശി സുന്ദരനാണ് മരിച്ചത്. പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് ലോറി നിർത്തിയിട്ടിരുന്നത്. സ്റ്റിയറിംഗിൽ വീണുകിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പെരിഞ്ഞനം കൊറ്റംകുളം കള്ളുഷാപ്പിന് മുന്നിൽ യുവാവിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പാപ്പിനിവട്ടം തൃപ്പേക്കുളം സ്വദേശി പാലപ്പറമ്പിൽ വീട്ടിൽ അമൽ, പീച്ചി കണ്ണാറ മാടഞ്ചിറ സ്വദേശി തോട്ടുങ്ങൽ വീട്ടിൽ രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 9-ാം തീയതി പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി പറത്തറയിൽ വീട്ടിൽ മുസ്തഫയെയാണ് പ്രതികൾ ആക്രമിച്ചത്. കള്ളുഷാപ്പിലിരുന്ന് പ്രതികൾ ബഹളം വെച്ചത് നിർത്താൻ ആവശ്യപ്പെട്ടതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, SI രഞ്ജിത്ത്, ASI രാജേഷ്, GSS CPO സുനിൽകുമാർ, CPO വിശാഖ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മതിലകം കൂളിമുട്ടത്ത് മുൻ വൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തടയാൻ ചെന്ന പരാതിക്കാരിക്കും മകനും നേരെ അതിക്രമം കാട്ടുകയും ചെയ്ത കേസിൽ പ്രതിക്ക് 20 വർഷം തടവും 2,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൂളിമുട്ടം പ്രാണിയോട് കൊമ്പിപ്പറമ്പത്ത് വീട്ടിൽ ഉമേഷിനെയാണ് കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി അഡീഷണൽ ജില്ലാ ജഡ്ജി ജോമോൻ ജോൺ ശിക്ഷിച്ചത്. 2010-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ T. ബാബുരാജൻ കോടതിയിൽ ഹാജരായി. കള്ളു കുടിച്ചതിന്റെ പണം ചോദിച്ചതിലുള്ള വൈരാഗ്യത്താൽ കള്ളുഷാപ്പ് മാനേജരെയും സുഹൃത്തിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം പോഴങ്കാവ് സ്വദേശി പൈനാട്ട് വീട്ടിൽ അമലാണ് അറസ്റ്റിലായത്. 5-ാം തീയതി പോഴങ്കാവിലുള്ള കള്ളുഷാപ്പിൽ ഷാപ്പ് മാനേജരായ പനങ്ങാട് സ്വദേശി അശ്വിൻ, സുഹൃത്ത് വിഘ്നേഷ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മതിലകം പോലീസ് സ്റ്റേഷൻ SHO S. രജീഷ്, SI നസിയ M. സാഹിബ്, GS CPO പ്രബിൻ, CPOമാരായ രാഗിൻ, മിഥുൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. BJP നേതാവ് AR ശ്രീകുമാറിനെതിരെ ഗൂഢാലോചന നടത്തുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പരാതിയിൽ ഭാര്യയ്ക്കും സുഹൃത്തിനുമെതിരെ പോലീസ് കേസെടുത്തു.
ശ്രീകുമാറിന്റെ ഭാര്യ പ്രിയങ്ക, സുഹൃത്ത് ലാൽ കൃഷ്ണ എന്നിവർക്കെതിരെയാണ് മതിലകം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ശ്രീകുമാറിനെതിരെ ഭാര്യ ഗാർഹിക പീഡന പരാതി നൽകിയതിന് പിറകിൽ ആസൂത്രിതമായി രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് ബിജെപി കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. ഭാര്യ പ്രിയങ്കയുടെ പരാതി വിവാദമായതിനെ തുടർന്ന് AR ശ്രീകുമാർ ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആത്മ പദ്ധതിയുടെ ഭാഗമായി കിസാൻ ഗോഷ്ഠിയും കർഷക അവാർഡ് വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AP സ്നേഹലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഷിഹാബ്, മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസമോൾ സൈമൺ, മതിലകം കൃഷി ഓഫീസർ ഡോക്ടർ PC സജന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ആത്മ കർഷക അവാർഡുകൾ MO പോളി, ഹൈറുന്നീസ കൊയാലിപ്പറമ്പിൽ, സിദ്ദീഖ് പള്ളിപ്പറമ്പിൽ, ജോർജ് അതിയുന്തൻ, രാജേഷ് അറക്കപ്പറമ്പിൽ എന്നിവർ ഏറ്റുവാങ്ങി. തളിക്കുളം സ്നേഹതീരം ഡെസ്റ്റിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ നടത്തിപ്പിനായി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘം രൂപീകരണ യോഗം ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം PI സജിത അധ്യക്ഷത വഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ്കുമാർ, DTPC സെക്രട്ടറി മനോജ്, KICB സെക്ഷൻ എഞ്ചിനീയർ KU ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. 27, 28, 29 തീയതികളിലായി സ്നേഹതീരത്ത് നടക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്റ്റേജ് ഷോ, വിവിധ കലാമത്സരങ്ങൾ, പൂക്കള മത്സരം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. 27, 28, 29 തീയതികളിൽ 3 ദിവസങ്ങളിലായിട്ടാണ് സ്നേഹതീരം ഡെസ്റ്റിനേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ ഓണാഘോഷം വിപുലമായി നടത്താൻ തീരുമാനിച്ചത്. പൂക്കള മത്സരങ്ങളും പ്രാദേശിക കലാകാരന്മാരുടെ മത്സരങ്ങളും 3ാമത്തെ ദിവസം ഗസൽ, ഗാനമേള എന്നീ പൊതുപരിപാടികളോടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ പരിപാടി വൻ വിജയകരമായി നടത്താൻ തീരുമാനിക്കുക. തൃശൂരിലെ പ്രമുഖ ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറിയായ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 6ാം വാർഷികത്തോടനുബന്ധിച്ച് ആകർഷകങ്ങളായ ഓഫറുകളുമായി ഉപഭോക്താക്കളെ വരവേൽക്കാനൊരുങ്ങി. ആഭരണ പ്രേമികൾക്കായി അത്യാകർഷകങ്ങളായ ഓഫറുകളുമായാണ് തൃശൂർ പള്ളിക്കുളം റോഡിലെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 6ാം വാർഷികത്തെയും ഓണാഘോഷത്തെയും വരവേൽക്കുന്നത്. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് ഒത്തിരി സമ്മാനങ്ങളും ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കേരള ഓർണമെന്റിന് വെറും 1% മാത്രമാണ് പണിക്കൂലി നമ്മളവിടെ ഈടാക്കുന്നത്. അതോടൊപ്പം തന്നെ 25% സിൽവർ ആഭരണങ്ങളുടെ പണിക്കൂലിയിലും ചെട്ടിനാട്, ആന്റിക്, മറ്റ് ആഭരണങ്ങളിൽ 50% പണിക്കൂലിയും നമ്മളിവിടെ ഓഫർ കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ എടുക്കുമ്പോൾ അതേ തൂക്കത്തിൽ തന്നെ സിൽവർ ഓർണമെന്റും നമ്മളത് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും. എല്ലാ കസ്റ്റമേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ചിങ്ങം 1 ആനിവേഴ്സറി ദിനത്തിൽ കേരള ആഭരണങ്ങൾക്ക് 1% മാത്രമാണ് പണിക്കൂലി. കൂടാതെ ആന്റിക്, ചെട്ടിനാട് മുതലായ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്, സ്വർണ്ണാഭരണങ്ങൾ 1 മാസത്തേക്ക് വിലയുടെ 5%വും 2 മാസത്തേക്ക് 10%വും മാത്രം നൽകി ബുക്ക് ചെയ്യാൻ സൗകര്യം. ഡയമണ്ട് വിഭാഗമായ തിയ ഡയമണ്ട്സിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അതേ തൂക്കത്തിന് സിൽവർ ആഭരണങ്ങൾ സമ്മാനം. വെള്ളിയാഭരണങ്ങളുടെ വിഭാഗമായ സിഗ്നേച്ചർ സിൽവർ കളക്ഷനിൽ സിൽവർ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% കിഴിവ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 1 പവന് 1001 രൂപ അധികം തുടങ്ങിയ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ അഭിരുചിക്കിണങ്ങിയ ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ കസ്റ്റമർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് ലഭ്യമാക്കും. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സൗകര്യങ്ങളും എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന പാത പെരുമ്പിലാവ് പൊറവൂർ റോഡരികിലെ ആൽമരം മുറിക്കുന്നതിനെതിരെ BJP കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. പഞ്ചായത്തിന്റെ പരാതിയിൽ പോലീസ് ഇടപെട്ട് മരം മുറിച്ചുമാറ്റി. മരം അപകടാവസ്ഥയിലല്ലെന്നും സമീപത്തെ സ്വകാര്യ വ്യക്തിക്ക് വഴങ്ങി വാർഡ് മെമ്പർ ഇടപെട്ട് മരം മുറിക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായതെന്നും ആരോപിച്ചാണ് BJP കഴിഞ്ഞ ദിവസം മരം മുറിക്കുന്നത് തടഞ്ഞത്.
ഇന്ന് വീണ്ടും മരം മുറിക്കാൻ തൊഴിലാളികൾ എത്തിയപ്പോൾ ബിജെപി വീണ്ടും പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മനും മറ്റ് വാർഡ് മെമ്പർമാരും പോലീസിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി രേഖകൾ പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിൽ അപകടാവസ്ഥയിലുള്ള 20ഓളം മരങ്ങൾ മുറിക്കാൻ യോഗം ചേർന്ന് തീരുമാനിച്ചതിൽ ഒന്നാണ് ഈ മരമെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ മരം മുറിച്ചു മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മരം മുറിക്കുന്നതിനിടയിൽ കേരള വിഷന്റെ തൃശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് സാരമായ തകരാർ സംഭവിച്ചതായി കേരള വിഷൻ ഭാരവാഹികൾ പരാതിപ്പെട്ടിരുന്നു. പ്രകൃതി സംരക്ഷണ സന്ദേശമുയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി മഴ നടത്തം സംഘടിപ്പിച്ചു. മറ്റത്തൂർ കുഞ്ഞാലിപ്പാറ മുതൽ ചാറ്റിലാമ്പാടം വരെ കോടശ്ശേരി മലയുടെ താഴ്വാരത്തുകൂടിയാണ് മഴയാത്ര നടന്നത്. കുഞ്ഞാലിപ്പാറയിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദേവിക സംഘമിത്ര മഴ നടത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് TM ശിഖാമണി അധ്യക്ഷത വഹിച്ചു. സമാപന യോഗം മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം MK ബാബു അധ്യക്ഷനായി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200ഓളം പേർ മഴ നടത്തത്തിൽ പങ്കുചേർന്നു. പന്നിത്തടത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുക, ശുചിമുറി നിർമ്മിക്കുക, തകർന്ന സിഗ്നൽ പോസ്റ്റ് പുനഃസ്ഥാപിക്കുക, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുന്നതിനായി ഇടം സാംസ്കാരിക വേദി ഒപ്പുശേഖരണം നടത്തി. പന്നിത്തടം സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇടം പ്രസിഡന്റ് KR രാധിക അധ്യക്ഷയായി. സെക്രട്ടറി അക്ബർ അലി, NS സത്യൻ, NV ആന്റണി, മേജർ KP ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി റേഞ്ച് ചെത്തുതൊഴിലാളി യൂണിയൻ വാർഷിക പൊതുയോഗവും KP പ്രഭാകരൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. മാളയിൽ നടന്ന പരിപാടി ചെത്തുതൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് DP മധു ഉദ്ഘാടനം ചെയ്തു. KM ലെനിൻ അധ്യക്ഷനായി. KV സുജിത്ലാൽ, AV ഉണ്ണികൃഷ്ണൻ, MP അനിലൻ, KK ഷാജി, KK സുബ്രഹ്മണ്യൻ, KS സുദർശനൻ തുടങ്ങിയവർ സംസാരിച്ചു. സഹോദയ മെറിറ്റ് ഡേ ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം സെക്രട്ടറി KP രാധാകൃഷ്ണൻ, സിസ്റ്റർ മേഴ്സി ജോസഫ്, PH സജീവ് കുമാർ, അനില M ജയചന്ദ്രൻ, ചിത്ര S നായർ, ഷമീം ബാവ തുടങ്ങിയവർ സംസാരിച്ചു. Extraordinary achievement is an institution that nurtures and produces the class 10 toppers for the family. Dedication and guidance ever മണ്ണമ്പേട്ട കരുവാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണർ വൃത്തിയാക്കുന്നതിനിടെ വീണ് യുവാവിന് പരിക്കേറ്റു. വട്ടനാത്ര സ്വദേശി സിബിക്കാണ് പരിക്കേറ്റത്. കിണർ വൃത്തിയാക്കി കയറുന്നതിനിടെ കാല് വഴുതി കിണറിലേക്ക് വീഴുകയായിരുന്നു. കിണറിൽ ചാരി വെച്ചിരുന്ന ഇരുമ്പ് കോണിയിലാണ് സിബി വീണത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പുതുക്കാട് ഫയർഫോഴ്സ് സംഘങ്ങളാണ് സിബിയെ പുറത്തെത്തിച്ചത്. പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചേറ്റുവാക്കടവ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് സമീപമുള്ള വൈദ്യുതി ലൈനുകളിൽ അപകടകരമായ രീതിയിൽ പുൽക്കാടുകൾ പടർന്നു പിടിച്ചത് യാത്രക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഭീഷണിയാകുന്നു. പുൽക്കാടുകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ വാടാനപ്പള്ളി KSEB ഓഫീസിൽ പരാതി നൽകി. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ 13ാമത് ജീവകാരുണ്യ പദ്ധതി ഓഗസ്റ്റ് 15-ന് വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ജോയിന്റ് സെക്രട്ടറി സുരേഖ വേണുഗോപാൽ, സാന്ത്വനം കോർഡിനേറ്റർ ഹരീഷ് കൊളഞ്ചേരി, കേരള പ്രസിഡന്റ് ശ്രീകുമാർ കോഴിക്കര, സംഘം കേരള സെക്രട്ടറി രാമചന്ദ്രൻ മാരിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മടവാക്കര കാച്ചക്കടവിൽ ഒഴുകിപ്പോയ കാർ കരയിലെത്തിച്ചു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാർ കരയ്ക്കെത്തിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലെ കുന്നംകുളത്തെ പ്രജനന കേന്ദ്രത്തിലെ പന്നികൾക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ച സംഭവം. 87 പന്നികളെ ദയാവധത്തിന് വിധേയമാക്കി. ചിങ്ങത്തിൽ ആദ്യ ഞായറാഴ്ച ഗുരുവായൂരിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് 377 കല്യാണങ്ങൾ. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ദേവസ്വം അധികൃതർ. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി ഭരണസമിതി പോര്. സെക്രട്ടറിയെ സ്ഥലം മാറ്റി വകുപ്പുതല അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന പ്രമേയം കൌൺസിൽ അംഗീകരിച്ചു. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് ഭരണസമിതി തനിക്ക് നേരെ തിരിയാൻ കാരണമെന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ. എറിയാട് രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവം. പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.